ഇതും കോഫിനെ കുറിച്ചുള്ള മറ്റൊരു വീഡിയോ അല്ല കേട്ടോ. ഇതിൽ നമ്മൾ പ്രൊഡക്ടിവിറ്റി ഹാക്കുകളല്ല പറയുന്നത്. ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് പ്രൊഡക്ടിവിറ്റി ഉണ്ടാവാൻ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ട സംഭവങ്ങളാണ്. ഒരു 5 ടിപ്സാണ്. നിങ്ങൾക്ക് ഒരു വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പഠിക്കുമ്പോൾ ഫോക്കസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ആക്ച്വലി നിങ്ങളെ ഫോൾട്ടല്ല. നിങ്ങൾ ഉപയോഗിക്കുന്നത് തെറ്റായ സിസ്റ്റം ആയതുകൊണ്ടാണ്. പ്രൊഡക്ടിവിറ്റി ഈസ് നോട്ട് അബൌട്ട് ഡൂയിങ് മോർ, ഇറ്റ്സ് അബൌട്ട് ഡൂയിങ് വാട്ട് മാറ്റർ മോസ്റ്റ് അറ്റ് സ്കെയിൽ. ഈ വീഡിയോയിൽ ഞാൻ പറയുന്ന ടിപ്സുകൾ ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് എക്സ്പെരിമെൻ്റ് ചെയ്താണ്ട് പഠിച്ചതും അതുപോലെ കുറേ ഹവേഴ്സ് ആൻഡ് ഹവേഴ്സ് ഓഫ് റിസർച്ച് ചെയ്താണ്ട് കിട്ടിയ സംഭവങ്ങളാണ്. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യേണ്ടത്, നമുക്കൊരു ദിവസത്തിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ ഉണ്ടാക്കണം. എന്തൊക്കെയാണ് ഒരു ദിവസം നടക്കൽ? ഒരു ടിപ്പിക്കൽ ഡേ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അതിൽ എന്തൊക്കെയാണ് നടക്കലെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം, ഒന്ന് അവെയർ ആവണം. ഒരു പേപ്പർ എടുത്താണ്ട് എഴുതുക. ഒരു ടിപ്പിക്കൽ ദിവസം എങ്ങനെയാണ് ഫുള്ള് കാര്യങ്ങൾ എഴുതുക. ശരിയാണ്, കുറച്ച് ടൈം എടുക്കും, എന്നാലും ഒന്ന് ആലോചിച്ച് ഇരുന്ന് എന്ത് ചെയ്യുക, നോട്ട് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും പ്രോബബ്ലി യു ആർ ഡൂയിങ് എ ലോട്ട് മോർ ദാറ്റ് ഡസൻ കോൺട്രിബ്യൂട്ട് ടു ദ ലൈഫ് ദാറ്റ് യു വാണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ഗോള്, ഇപ്പോൾ ഉദ്ദേശിക്കുന്ന പർപ്പസ്, അതിലേക്ക് എത്തിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചിലപ്പോൾ സ്ക്രീൻ ടൈം നോക്കുമ്പോൾ അതിൽ ഇൻസ്റ്റഗ്രാം ഉപയോഗിച്ചതോ അല്ലെങ്കിൽ യൂട്യൂബിൽ കണ്ടത് തന്നെ ഒരു 3-4 മണിക്കൂറുണ്ട് വിചാരിക്കുക. പിന്നെ ഒരു 1-2 മണിക്കൂർ ടി വിയിൽ അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സ് കണ്ടു എന്ന് വിചാരിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ഏകദേശം 6 മണിക്കൂറൊക്കെ പോയി. അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യാം, ഈ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, നമ്മൾ വിചാരിക്കുന്ന ലൈഫിലേക്ക് നമ്മളെ കോൺട്രിബ്യൂട്ട് ചെയ്യാത്ത സംഭവങ്ങൾ മെല്ലെ എലിമിനേറ്റ് ചെയ്യുക. ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് എലിമിനേഷൻ. ഇത് ഞാൻ പറഞ്ഞ 5 ടിപ്സ് ഉണ്ടല്ലോ, അതിലുള്ളതെല്ലാം ഇത് ഫസ്റ്റത്തെ ബേസിക് സംഭവമാണ്. ആദ്യം നമുക്ക് നമ്മുടെ ലൈഫിലുള്ള എല്ലാ ചെയ്യുന്ന കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമ്മൾ വിചാരിച്ച ഗോളിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാത്ത സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യുക, എലിമിനേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ആവശ്യമില്ലാത്തൊക്കെ എലിമിനേറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് മനസ്സിലായത് ഒരുപാട് ടൈം നമുക്കുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യണം. നമ്മളൊരിക്കലും മോട്ടിവേഷൻ മേലോ വേറെ ആരെങ്കിലും പറഞ്ഞിട്ട് വർക്ക് ചെയ്യാൻ നിൽക്കുകയും, അല്ല നമുക്കൊരു വർക്ക് ചെയ്യാൻ മൂഡുണ്ട് അല്ലെങ്കിൽ പഠിക്കാൻ മൂഡുണ്ട് എന്നിട്ട് പഠിക്കാൻ നിൽക്കുകയും, ഇതുമേലല്ല നമ്മൾ റിലേ ചെയ്യുന്നത്. നമ്മൾ റിലേ ചെയ്യേണ്ടത് ഒരു സിസ്റ്റത്തുമേലാണ്. ഒരു സിസ്റ്റം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, സിസ്റ്റം എന്ന് പറഞ്ഞാൽ എല്ലാം നമ്മൾ എന്ത് ചെയ്തണം, ഇന്ന ടൈമിൽ ഇന്ന ആക്ടിവിറ്റി എന്നുള്ള രീതിയിൽ ഓൾറെഡി പ്രീ പ്ലാൻ ചെയ്താണ്ട് ഒരു സീക്വൻസ് ആയിക്കാണ്ട് വെച്ചിരിക്കണം. ഇന്ന ടൈമിൽ ഞാൻ എണീക്കുന്നു, എന്നിട്ട് ഇന്ന വിഷയം എടുക്കുന്നു, എന്നിട്ട് ഇന്ന സംഭവം ഹോംവർക്ക് ചെയ്യുന്നു, അങ്ങനെ ഓരോ മണിക്കൂർ നമ്മൾ ഓരോന്ന് സെറ്റ് ആക്കി വെച്ചിരിക്കണം. ഇത് നമ്മളൊരു റൂട്ടീൻ പോലെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. ഇതിനെ നമ്മളൊരു സിസ്റ്റം എന്ന് പറയുന്നത്. നമുക്ക് എല്ലാ ദിവസവും ഒരേപോലെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുന്നൊരു സംഭവം. അങ്ങനെ ഒരു സിസ്റ്റം നമ്മൾ ബിൽഡ് ചെയ്യണം. അപ്പോൾ അതിന് ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് വർക്കിനെ ഫണ്ണായി കണ്ട് കാണാം, വർക്കിനെ എൻജോയബിൾ ആയി കണ്ട് കാണാം. നമ്മൾ എപ്പോഴും ചെയ്യുന്നൊരു സംഭവമാണ് വർക്കിനെ നമ്മളൊരു ബേർഡൻ ആയി കണ്ട് കാണും. ഇന്നിപ്പോൾ അത് കംപ്ലീറ്റ് ആക്കണമല്ലോ, ഇന്നിപ്പോൾ ആ വിഷയം പഠിക്കണമല്ലോ എന്നുള്ള രീതിയിൽ കാണും. അങ്ങനെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ അത് നമ്മുടെ ഉള്ളിലേക്ക്, നമ്മൾ പഠിക്കാൻ, നമ്മളെ ബ്രെയിനിലേക്ക് അത് കയറാനും സ്റ്റോർ ചെയ്യാനൊക്കെ ഉള്ള ചാൻസ് നമ്മൾ എന്ത് ചെയ്യാണ്, ഓട്ടോമാറ്റിക്കലി കുറക്കുകയാണ്. നമ്മൾ ആ വർക്ക് പെട്ടെന്ന് തീർക്കാൻ, പ്രൊഡക്റ്റീവായിട്ട് തീർക്കാനുള്ള ചാൻസ് കുറക്കുകയാണ്. നമുക്ക് പ്രൊഡക്റ്റീവായിരിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം ആ വർക്ക് നമുക്ക് എന്ത് ചെയ്യണം, ഒന്ന് എൻജോയബിൾ ആവണം. അതിൻ്റെ അർത്ഥം ഞാൻ ആ വർക്ക് ഈസി ആണെന്നല്ല പറയുന്നത്, പക്ഷെ അത് എൻജോയബിൾ ആണ്. എങ്ങനെ അത് എൻജോയബിൾ ആക്കാം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഒരു 5-6 വർഷം കഴിഞ്ഞു, നിങ്ങളുടെ ഫ്യൂച്ചർ സെൽഫിലെത്തി. നിങ്ങളിപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയുകയാണ്, നിങ്ങളൊരു എഞ്ചിനീയറിങ്ങിന് പഠിക്കുകയാണ്, നിങ്ങളൊരു എഞ്ചിനീയർ ആയി എന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, അന്ന് കുറച്ചു കാലം മുമ്പ് ആ ഒരു പ്രായത്തിൽ പഠിക്കുന്ന ടൈമിൽ കുറേ സ്ക്രോൾ ചെയ്ത് കണ്ട് സമയം കളഞ്ഞു, കുറേ TV കണ്ട്, സിനിമ കണ്ട് സമയം കളഞ്ഞു, കുറേ നെറ്റ്ഫ്ലിക്സ് സീരീസ് കണ്ടു. ഇതിനെക്കുറിച്ചാണോ അതോ അന്ന് നിങ്ങൾ എഞ്ചിനീയർ ആവാൻ വേണ്ടിയിട്ട് അത്രയും കഷ്ടപ്പെട്ട് പഠിച്ചതിനെ കുറിച്ചാണ് നിങ്ങൾ ചിന്തിക്കുക? ഏതായിരിക്കും ബാക്കിലേക്ക് ഓർക്കുമ്പോൾ നല്ലൊരു മെമ്മറി ഉണ്ടാവുക, ഫണ്ണായിട്ടുള്ളൊരു മെമ്മറി? ആ കഷ്ടപ്പെട്ടതും ആ ഒരുപാട് സാക്രിഫൈസ് ചെയ്തതും ആ ഉറക്കം വെച്ച് പഠിച്ചതും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരിക്കും. യു എൻജോയ് ദ വർക്ക് ഈസ് ഫൺ എന്ന് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളോട് തന്നെ പറയാം എന്നൊരു മൈൻഡോട് കൂടി ഇരിക്കുക. വർക്ക് ചെയ്യാൻ ഇരിക്കുകയാണെങ്കിലും പഠിക്കാൻ ഇരിക്കുകയാണെങ്കിലും ഇറ്റ് ഈസ് ഫൺ, ഇറ്റ് ഈസ് എൻജോയബിൾ ഫോർ മീ. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത് വെച്ചാൽ, എപ്പോഴും ഈ വിൽ പവർ വെച്ചാണ്ട് പഠിക്കണതും വിൽ പവർ വെച്ചാണ്ട് വർക്ക് ചെയ്തിരിക്കുന്നതും, ഡിസിപ്ലിൻ, ഡേവിഡ് ഗോഗിൻസ് മൈൻഡ് സെറ്റ് എന്നൊക്കെ പറഞ്ഞാണ്ട് പഠിക്കാനിരിക്കുന്നതും എല്ലാവർക്കും വർക്ക് ചെയ്യില്ല. വർക്ക് ചെയ്യും ചിലർക്ക്, പക്ഷേ എല്ലാവർക്കും അത് വർക്ക് ചെയ്യുന്നുണ്ടാവില്ല. ആ ഒരു വർക്ക് എൻജോയബിൾ ആണെന്നുണ്ടെങ്കിൽ യു ക്യാൻ സ്റ്റിക്ക് ടു ഇറ്റ് ഫോർ എ ലോങ് പീരിയഡ് ഓഫ് ടൈം വിതൗട്ട് ഗെറ്റിംഗ് ബേൺ ഔട്ട്. ഇനി ഞാൻ എന്ത് ചെയ്യാം, ഒരു സംഭവം നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ ഇന്നലെ സൺഡേ ആണല്ലോ, അപ്പോൾ ഇന്നലെ ഫുള്ളി ഇരുന്നിട്ട് ഒരു 1 വീക്കിലേക്കുള്ള സ്ക്രിപ്റ്റുകൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ എല്ലാ ദിവസവും നമുക്ക് ഇങ്ങനെ ഇരുന്ന് എഴുതണ്ടല്ലോ എന്നുള്ളൊരു തോട്ട് വന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, രാവിലെ എണീറ്റേക്കിനും നോർമലി വീഡിയോ എടുക്കലാണ്, അതിന് പകരം ഇന്ന് ഫുള്ള് സ്ക്രിപ്റ്റ് ചെയ്താന്നുള്ള രീതിയിലിരുന്നു. ഫ്രീ ടൈം കിട്ടുമ്പോൾ വീഡിയോ എടുക്കുക എന്നുള്ള രീതിയിൽ അങ്ങനെ ഇരുന്നു.
കുറേ നേരം പ്രൊഡക്റ്റീവായിട്ട് നല്ല ഫോക്കസ്ഡ് ആയിട്ട് കോഫിയൊക്കെ കുടിച്ച് എൻ്റെ വർക്ക് എൻവയറമെൻ്റ് ഒക്കെ സെറ്റ് ആക്കിയിട്ട് അവിടെ ഇരുന്നു. ഒരു 3-4 മണിക്കൂർ കൊണ്ട് ഒരു 3 സ്ക്രിപ്റ്റൊക്കെ എഴുതി. പിന്നെ ഇങ്ങനെ പ്രൊഡക്ടിവിറ്റി ഇങ്ങനെ കുറയാൻ തുടങ്ങി. അതായത് നമ്മളെ ഫോക്കസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കുറയാൻ തുടങ്ങി. ഞാൻ അപ്പോഴും കാർബോഹൈഡ്രേറ്റ്സ് ഒന്നും കഴിച്ചിട്ടില്ല. അടുക്കളയിൽ വന്നാണ്ട് എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്താണ്ട് അത് മാത്രം കഴിച്ചാണ്ട് വീണ്ടും പോയി. എന്നിട്ട് പിന്നെയും ഇരുന്നു. അപ്പോഴും ആ ഫുഡ് കഴിച്ചതിന് ശേഷം ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കാൻ തന്നെ എനിക്ക് തോന്നുന്നു ഏകദേശം 2 മണിക്കൂറൊക്കെ എടുത്തു. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ബോറടിക്കാൻ തുടങ്ങി, പ്രൊഡക്ടിവിറ്റി നല്ലോണം കുറയാൻ തുടങ്ങി. ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാന്നുള്ള രീതിയിൽ വീഡിയോ ഷൂട്ട് ചെയ്തു. പിന്നെ അതിൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഈവനിങ്ങിൽ ഇപ്പോൾ ഓൾറെഡി 4 സ്ക്രിപ്റ്റ് ആയല്ലോ, ഇനി ഒരാഴ്ചക്ക് 3 സ്ക്രിപ്റ്റും കൂടി വേണം. അപ്പോൾ അത് ഈവനിങ് എഴുതാമെന്ന് കരുതിയിട്ട് ഒരു 5-5:30 ആകുമ്പോൾ ഇരുന്നു. അങ്ങനെ ഇരുന്നു, പെന്നെടുത്തിരുന്നു, ഒന്നും വരുന്നില്ല മൈൻഡിക്ക്. ഞാൻ കുറേ നേരം ചിന്തിച്ചു, പക്ഷേ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസോ തോട്ട്സോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. അപ്പോൾ എൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഞാൻ ആക്ച്വലി ഒരു മോർണിംഗ് പേഴ്സൺ ആണ്. രാവിലെ എനിക്ക് എണീറ്റ് 1 അവറൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഫോക്കസ് ആയിരിക്കും. ബേസിക്കലി പറയുകയാണെങ്കിൽ, ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു 6:30 തൊട്ട് ഒരു 7 മണി മുതൽ ഒരു 10 മണി 11 മണി ആ ഒരു ടൈം വരെ എനിക്ക് എന്തുണ്ട്, ഒരു 10-11 മണി വരെയൊക്കെ നല്ല ഫോക്കസ് കിട്ടും. അപ്പോൾ ഇതാണ് എൻ്റെ ബെസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് ഏതാണോ വർക്ക് ചെയ്യുന്ന ടൈം പീരീഡ്, നിങ്ങളെ ക്രോണോ ടൈപ്പ് ഏതാണോ നിങ്ങൾ കണ്ടുപിടിക്കണം. ക്രോണോ ടൈപ്പ് പറഞ്ഞാൽ ഒന്നുമില്ല, ചില ആൾക്കാർ എന്തായിരിക്കും, നേരത്തെ കടന്ന് നേരത്തെ എണീക്കുന്ന ആൾക്കാരായിരിക്കും. ചില ആൾക്കാർ കുറച്ച് വൈകി കടന്ന് കുറച്ച് വൈകി എണീക്കുന്ന ആൾക്കാരുണ്ടാവും. അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം, ഒരു 8-9 മണിക്കൊക്കെ കടന്നാണ്ട് 5 മണിക്ക് 5:30ക്കൊക്കെ എണീക്കണമല്ലുണ്ടാവും. അതേപോലെ തന്നെ ഒരു 10-11 മണിക്കൊക്കെ കടന്ന് ഒരു 6-7 മണിക്ക് എണീക്കണമല്ലുണ്ടാവും. അതുപോലെ തന്നെ 12 മണി 1 മണി 2 മണി 3 മണി അങ്ങനത്തെ ടൈമിലൊക്കെ കിടക്കണവരുണ്ട്. എന്നിട്ട് പകൽ ഒരു 10 മണി 11 മണി 12 മണിക്കൊക്കെ എണീക്കണവരുണ്ട്. അതിലേതാണ് നിങ്ങളെന്ന് കണ്ടുപിടിക്കണം. അതിനനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാം നമ്മൾ ഏറ്റവും ഫോക്കസ്ഡ് ബ്ലോക്ക് നമുക്ക് ആ ക്രോണോ ടൈപ്പ് വെച്ചാണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യണേ തീരുമാനിച്ചാൽ. അത് രാവിലെ ആണോ അത് വൈകുന്നേരം ആണോ നൈറ്റ് ആണോ എന്നുള്ളതൊക്കെ. ഈ മൂന്നാമത്തെ സംഭവമാണ്, യു ഹാവ് ടു പ്രൊട്ടക്ട് യുവർ വാല്യുബിൾ ടൈം. നിങ്ങളുടെ ടൈം അല്ലെങ്കിൽ അറ്റൻഷൻ എന്ന് പറയുന്നത് പൈസനെക്കാട്ടും വാല്യൂ ഉള്ളതാണ്. സോ യു ഹാവ് ടു പ്രൊട്ടക്റ്റ് ഇറ്റ്. അവിടെ വേറെ ഇൻട്രപ്ഷൻസോ നിങ്ങൾ ആരെയും ശല്യപ്പെടുത്താനോ അല്ലെങ്കിൽ ഇന്ന കാര്യം ചെയ്യാനോ അത് ചെയ്യുമെന്ന് പറയുന്നത് കേൾക്കാനോ ഇതിനൊന്നും നിങ്ങൾ ടൈം കൊടുക്കരുത്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ടൈം മാറ്റി വെക്കണം. അത് വേറെ ആർക്കും കൊടുക്കാൻ പാടില്ല. ആ ടൈം പ്രഷ്യസ് ആണ്, അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്നുള്ള രീതിയിലാണ് അതിനെ കാണാൻ. കാരണം ഇതാണ് നമ്മളെ ഭാവിയിലേക്ക് നമ്മളെ ഫ്യൂച്ചർ പേഴ്സൺ നമ്മൾ വിചാരിക്കുന്ന രീതിക്ക് എത്താൻ വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന വൺ ഓഫ് ദ മെയിൻ സംഭവം. ആ ഒരു ടൈം നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് വേണ്ടി തന്നെ സ്പെൻഡ് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ നമ്മളൊരു വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു ക്രിയേറ്ററാണ്, ക്രിയേറ്റീവായിട്ടുള്ള വർക്ക് ചെയ്യണം അല്ലെങ്കിൽ പഠിക്കണമെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ഒരാൾ വന്നിട്ട് നമ്മളോട് എന്തെങ്കിലും പറഞ്ഞു, പെട്ടെന്ന് പോയി ഒരു 10 സെക്കൻഡോട് വന്നാണ്ട് ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഒരു പോയി. പക്ഷെ അത് നമ്മളെ ടൈമിനെ വല്ലാതെ ബാധിച്ചിട്ടൊന്നുമില്ല, ആകെ ഒരു 10 സെക്കൻഡേ പോയിട്ടുള്ളൂ. പക്ഷേ നിങ്ങളിങ്ങനെ പഠിച്ചാണ്ട് ഒരു ഫ്ലോയിൽ വരുമ്പോൾ ആ ഫ്ലോ അവിടെ ഡ്രോപ്പ് ആയിട്ടുണ്ടാവും. നമുക്ക് ഫ്ലോ സ്റ്റേറ്റ് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ. അപ്പോൾ ആ സ്റ്റേറ്റിലേക്ക് നമ്മൾ എത്തി, നമുക്ക് വേറെ ചിന്തകളൊന്നുമില്ല, നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വർക്ക് ചെയ്തിങ്ങനെ പോവുകയാണ്, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കഥ എഴുതാൻ വിചാരിച്ചോ, അങ്ങനെ എഴുതി പോവുകയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ ഒരാൾ ജസ്റ്റ് ഒന്ന് ഇൻട്രപ്റ്റ് ചെയ്താൽ മതി, ആ ഒരു ഫ്ലോ ആണ് പോയി. പിന്നെ എവിടെ നിന്നാണ് നമ്മൾ നിർത്തിയത് ആ ഒരു കണ്ടിന്യൂഷൻ കിട്ടാൻ കുറച്ച് പണിയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ആ ടൈം എന്ത് ചെയ്യുക, അതൊരു പ്രഷ്യസ് സംഭവമാണ്, അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണെന്നുള്ള രീതിയിൽ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ഇനി നാലാമത്തത്, നിങ്ങൾ വർക്ക് ചെയ്യുന്ന എൻവയറമെൻറ്റ് അല്ലെങ്കിൽ പഠിക്കുന്ന എൻവയറമെൻറ്റ് ചെല്ലുമ്പോൾ തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ തോന്നണം അല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ തോന്നണം. ആ ഒരു രീതിയിൽ അതിനെ ഡിസൈൻ ചെയ്യണം. നിങ്ങൾ നല്ല പൈസ ഉള്ള ആൾ ഇഷ്ടം പോലെ അസ്തറ്റിക് ആയിട്ടുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്തുകൊണ്ട് അവിടെ വെക്കണം. ഫുള്ള് അൾട്രാ യൂട്യൂബിലൊക്കെ കാണുന്ന രീതിയിൽ ഫാൻസി ആയിക്കൊണ്ട് സെറ്റ് ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഉള്ളത് മര്യാദക്ക് വൃത്തിക്ക് കൊണ്ടെടുക്കുക. അങ്ങനെ പറഞ്ഞാൽ നീറ്റായിട്ട് ക്ലീനായിട്ട് ഉള്ളതൊക്കെ ഒരു ഓർഡറിൽ നമുക്ക് തന്നെ അറിയാം എല്ലാ സാധനവും ഇവിടെ വെച്ചത് എന്നുള്ള രീതിയിൽ അങ്ങനെ ഒന്ന് ഡിസൈൻ ചെയ്യുക. നിങ്ങൾ വർക്ക് ചെയ്യണം അല്ലെങ്കിൽ പഠിക്കുന്ന എൻവയറമെൻറ്റ്. ഞാൻ വർക്ക് ചെയ്യുന്ന പഠിക്കുന്ന അതേപോലെ സ്ക്രിപ്റ്റൊക്കെ എഴുതുന്ന ഞാൻ സെറ്റ് ചെയ്ത ആ ഒരു ഡെസ്കിനെ ഞാനൊന്ന് കാണിച്ചു തരാം. സോ ഇതിൻ്റെ ഒരു പ്രത്യേകത പറയുന്നത്, നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫണ്ണായ രീതിയിൽ നിങ്ങളെ ആസ്തറ്റിക് എങ്ങനെയെന്ന് എനിക്കറിയില്ല. ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒരു ലാമ്പൊക്കെ വെച്ചു, എൻ്റെ വെള്ളക്കുപ്പിൻ്റെ അവിടെ ബുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, വർക്ക് ചെയ്യാൻ അങ്ങനെ ജേർണലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ വെച്ചുക്കണം. ഇനി അതേപോലെ തന്നെ ചില ആൾക്കാർക്ക് മ്യൂസിക് ഇട്ടാണ്ട് വർക്ക് ചെയ്യാൻ ഇഷ്ടമായിരിക്കും. ഞാനത് ട്രൈ ചെയ്ത് നോക്കിയാണ്. എനിക്ക് പലപ്പോഴും ഡീപ്പ് വർക്ക് ചെയ്യുമ്പോൾ ഭയങ്കര നല്ല നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും. നമ്മളെ ശ്രദ്ധ ഫുള്ള് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ലോഫി മ്യൂസിക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഡിസ്ട്രാക്റ്റഡ് ആവലുണ്ട്. ആ മ്യൂസിക് ഞാനിങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ ഫുൾ കോൺസെൻട്രേഷൻ കിട്ടലില്ല. അത് സയൻറ്റിഫിക്കലി പ്രൂവൺ ആണ്, നമ്മൾ ചെറിയ രീതിയിലെങ്കിലും അത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ഈ ഹോം വർക്ക് ചെയ്യുക, അതേപോലെ തന്നെ അത്ര മീനിങ് അല്ലാത്ത കോഗ്നിറ്റീവ്ലി ഡിമാൻഡിങ് അല്ലാത്ത ടാസ്കുകളൊക്കെ ചെയ്യുമല്ലോ. ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ ഇമെയിൽ ചെക്ക് ചെയ്യുകയാണ്, നമ്മൾ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ
നമ്മളെ ഫസ്റ്റ് സംഭവം ക്രിയേറ്റീവ് ആയിട്ടുള്ള സംഭവം കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് ഇമെയിൽ ചെക്ക് ചെയ്യാണ്ട് വിചാരിച്ചോ. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ റിപ്പറ്റേറ്റീവ് ആയിട്ടുള്ള ടാസ്കൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പാട്ടൊക്കെ ഇട്ടാണ്ട്, പാട്ട് പറയുമ്പോൾ എങ്ങനത്തേത് ലോഫി മ്യൂസിക്, ലിറിക്സ് ഇല്ലാത്ത മ്യൂസിക്കും ബീറ്റ്സും മാത്രമുള്ള അങ്ങനത്തെ മ്യൂസിക് ഇട്ട് കഴിഞ്ഞാൽ ചെറിയ സൗണ്ടിൽ ഇങ്ങനെ പ്ലേ ചെയ്ത് ഒരു നല്ല ഒരു ലാമ്പൊക്കെ വെച്ച് നമുക്ക് ടേബിളിൻ്റെ സൈഡിൽ ഒരു ചെടിയൊക്കെ വെച്ച് ആ റൂമിൻ്റെ സ്മെല്ലൊക്കെ കുറച്ചുകൂടി നല്ല രീതിയിൽ നല്ലൊരു കൂൾ എൻവയറമെൻറ്റിൽ നമുക്ക് ശരിക്കും വർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് തന്നെ ഡിസൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഫസ്റ്റ് പറഞ്ഞൊരു കാര്യമാണ് നമ്മൾ ചെയ്യുന്ന വർക്ക് നമുക്ക് ഫണ്ണായിട്ട് കാണുക എന്നുള്ളത്. അങ്ങനെ നമുക്ക് വർക്കിനോടൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ, പോസിറ്റീവ് ആസ്പെക്റ്റ് ഉണ്ടാക്കാൻ, നമുക്ക് പഠിക്കാൻ ഇഷ്ടമാവാൻ, വർക്ക് ചെയ്യാൻ ഇഷ്ടമാവാൻ ഇത് ഹെൽപ്പ് ചെയ്യും. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ ഫോർ പ്രൊഡക്ടിവിറ്റി ഈസ് ഡു മീനിങ് ആൻഡ് ഫുൾഫില്ലിങ് വർക്ക്. ഇതാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത്. കാരണം നമുക്ക് മീനിങ് അല്ല, നമുക്ക് ഫുൾഫിൽ ചെയ്യുന്ന വർക്കല്ല നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ഹാക്ക് നമ്മൾ ചെയ്തിട്ടും കാര്യമില്ല. നമ്മൾ കുറേ കോഫി കുടിച്ചു, നമ്മൾ കോൾഡ് ഷവർ എടുത്തു, നമ്മൾ മെഡിറ്റേറ്റ് ചെയ്തു, നമ്മൾ ജേർണൽ എഴുതി, എന്നിട്ട് നമ്മളിത് എൻജോയബിൾ ആണെന്ന് പറഞ്ഞു, ജസ്റ്റ് നമ്മൾ പറഞ്ഞു, നമ്മളോട് തന്നെ പറഞ്ഞു, എന്നിട്ട് നമ്മൾ വർക്ക് ചെയ്താലും നമുക്ക് കുറച്ച് നേരം ചിലപ്പോൾ തുടങ്ങുമ്പോഴൊക്കെ നല്ലൊരു മൂഡായിരിക്കും. പിന്നെ കുറച്ച് വർക്ക് കഴിയുമ്പോൾ തന്നെ നമുക്ക് ചിലപ്പോൾ പിരാന്തടിക്കാൻ തുടങ്ങും. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞുതരാം, ഒരാൾക്ക് ഒരു ആർട്ടിസ്റ്റ് ആവണം എന്നാണ് ആഗ്രഹം, പാട്ട് പാടാൻ നല്ല കഴിവുണ്ട്, സ്പോട്ടിഫൈയിലൊക്കെ പാട്ടുകൾ ഇറക്കണം, അതുപോലെ സ്റ്റേജ് ഷോയിലൊക്കെ പാടണം എന്നുള്ള നല്ല ആഗ്രഹമുള്ള ഒരാളാണ് വിചാരിച്ചോ, നല്ല കഴിവുണ്ട്. പക്ഷെ അയാൾ വർക്ക് ചെയ്യാൻ പോകുന്നത് ഒരു സൂപ്പർ മാർക്കറ്റിൽ അക്കൗണ്ടൻ്റ് ആയിട്ടാണെന്ന് വിചാരിച്ചോ. ഈ ഒരു വർക്ക് അയാൾക്ക് എത്രത്തോളം ഫുൾഫില്ലിംഗ് ആയിരിക്കും? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അത് മീനിങ് ആണ്, ഫുൾഫില്ലിംഗ് ആണെന്നുള്ളത്? അതുപോലെയാണ് ഒട്ടുമിക്ക ആൾക്കാർ ഇപ്പോൾ വർക്ക് ചൂസ് ചെയ്യണത്. ഒരു ആർട്ടിസ്റ്റ് ഇതേപോലെ അക്കൗണ്ടൻറ്റ് ചൂസ് ചെയ്യുന്നു, ഒരു MBBS പഠിക്കേണ്ട ആൾ നേരെ എഞ്ചിനീയറിംഗ് ചൂസ് ചെയ്യുന്നു, ഒരു ബിസിനസ്മാൻ നേരെ പോയിട്ട് എംപ്ലോയ്മെൻറ്റിന് പോകുന്നു. ഇതേപോലെ എംപ്ലോയി എന്ത് ചെയ്യുന്നു, ബിസിനസ് ചെയ്യാൻ തുടങ്ങുന്നു, BBA MBA ഒക്കെ പഠിക്കാൻ പോകുന്നു. ഇങ്ങനെ എല്ലാവരും എന്താ ചെയ്യണം, അവനാൻ്റെ പർപ്പസിനനുസരിച്ച്, അവനാൻ്റെ ഗോളിനനുസരിച്ച്, അല്ലെങ്കിൽ അവനാൻ്റെ സ്ട്രെങ്ത്തുകൾ മനസ്സിലാക്കിയിട്ടല്ല കരിയർ ചൂസ് ചെയ്യണത്. അല്ല, ഞാനും ചെയ്തൊരു മിസ്റ്റേക്ക് തന്നെയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾക്കുള്ള വർക്ക്, നിങ്ങൾ ചെയ്യുന്ന വർക്ക് മീനിങ് ആൻഡ് ഫുൾഫില്ലിംഗ് ആണെന്ന് ഉറപ്പുവരുത്താം. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മൾ പ്രൊഡക്റ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ, ആ ഒരു വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് പ്രൊഡക്റ്റീവ് ആവാൻ തോന്നണമെന്നുണ്ടെങ്കിൽ അത് മീനിങ് ആവണം. അത് പല ആൾക്കാരുടെയും കാരണങ്ങൾ പല രീതിയിലായിരിക്കും. ചില ആൾക്കാർ, ഇപ്പോൾ ഞാൻ MBBSൻ്റെ എക്സാമ്പിൾ പറഞ്ഞുതരാം. 2 കുട്ടികളുണ്ട്. അതിലൊരു കുട്ടി ഒരു കുടുംബത്തിൽ ഒരു അസുഖം ഉണ്ടായിരുന്നു, ഒരു ഫ്രണ്ടിന് അല്ലെങ്കിൽ ഒരു ഫാമിലിക്ക് ഒരു അസുഖം വന്നിരുന്നു. അപ്പോൾ ഇതിന് ട്രീറ്റ്മെൻറ്റ് കിട്ടിയില്ല, അങ്ങനെ എന്തെങ്കിലും ഒരു കാരണം. എന്നിട്ട് ഞാൻ പഠിച്ച് ഡോക്ടറായിട്ട് വേണം ഈ ഒരു ഇതിനും മരുന്ന് കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ ഇതിനൊരു മരുന്ന് കണ്ടുപിടിക്കാൻ, അത് MBBSൽ പെട്ടാവില്ല, എനിക്ക് ഈ ഒരു അസുഖത്തിനുള്ള ട്രീറ്റ്മെൻറ്റ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ എന്നുള്ള രീതിയിൽ ചിന്തയൊക്കെ ഉണ്ട് വിചാരിച്ചോ ഒരാൾക്ക്. അതൊരു മീനിങ് ആൻഡ് ഫുൾഫില്ലിംഗ് ആണ്. ഇനി വേറൊരാൾ, എനിക്ക് MBBS പഠിച്ച് പാസ്സായിട്ട് എനിക്ക് അത്യാവശ്യം പേഷ്യൻസിനൊക്കെ നല്ല ഒരു റെപ്യൂട്ടേഷനൊക്കെ ഉണ്ടായിട്ട് സ്വന്തമായിട്ടൊരു ക്ലിനിക്കൊക്കെ തുടങ്ങി നല്ല പേഷ്യൻസൊക്കെ വരാൻ തുടങ്ങുമ്പോൾ അത്യാവശ്യം ഫിനാൻഷ്യലി സ്റ്റേബിൾ ആകുമ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻ്റെ ഫാമിലിൻ്റെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ എൻ്റെ ഫാമിലിക്ക് വീണ്ടും വർക്ക് ചെയ്യാനൊന്നും പോകേണ്ട ആവശ്യമില്ല, ഈ പ്രായത്തിലും എനിക്ക് എന്ത് ചെയ്യുക, ഓലെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ള രീതിയിൽ ചിന്ത ഉണ്ടെങ്കിൽ അതും മീനിങ് ആണ്, അതും ഫുൾഫില്ലിംഗ് ആണ്. ഇതേ രീതിയിൽ നമുക്ക് എന്ത് വേണം, എന്തെങ്കിലും ഒരു കാരണം അത് വർക്ക് ചെയ്യാൻ അത് നിർബന്ധമാണ്. എന്നാലേ നമ്മളതിന് എഫേർട്ട് ഇടുള്ളൂ, ജെന്യുവിൻ ആയിട്ടുള്ള എഫേർട്ട് ഇടുള്ളൂ. അപ്പോൾ അതാണ് 5 പോയിന്റ് ഞാൻ സമ്മറൈസ് ചെയ്ത് പറഞ്ഞുതരാം. ഫസ്റ്റ് വൺ, വർക്കിന് എൻജോയബിൾ ആയിക്കാണ്ട് കാണുക, വർക്ക് ഫണ്ണാണെന്നുള്ള രീതിയിൽ കാണുക. രണ്ടാമത്തത്, നിങ്ങളുടെ ക്രോണോ ടൈപ്പിനനുസരിച്ച് വർക്ക് ചെയ്യുക. മൂന്നാമത്തത്, ടൈമിന് ഏറ്റവും വാല്യുബിൾ അസറ്റ് എന്നുള്ള രീതിയിൽ കണ്ടിട്ട് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാം. നാലാമത്തത്, നിങ്ങൾ വർക്ക് ചെയ്യുന്ന എൻവയറമെൻറ്റ്, പഠിക്കുന്ന എൻവയറമെൻറ്റ് നിങ്ങൾക്ക് എൻജോയബിൾ ആയ രീതിയിൽ, അവിടെ ചെന്നാൽ തന്നെ വർക്ക് ചെയ്യാൻ തോന്നുന്ന രീതിയിൽ അതിനെ സെറ്റ് ചെയ്യാം. അഞ്ചാമത്തത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, മീനിങ് ആൻഡ് ഫുൾഫില്ലിംഗ് വർക്ക്. നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന വർക്കായിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത്, എന്നാലേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ആഡ് ചെയ്യലല്ല, നമ്മൾ എന്താണ് നമുക്ക് ഏറ്റവും മാറ്റർ ആവുന്നത്, ഏറ്റവും നമ്മളെ ഗോളിലേക്ക് നയിക്കുന്നത്, ആ കാര്യം ചെയ്യലാണ്. ഒരുപാട് ഹാക്കുകൾ ചെയ്തുകൊണ്ട് നമ്മൾ പ്രൊഡക്റ്റീവ് ആവും എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, എന്നിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ യു മേ വോണ്ട് ഗെറ്റ് ദ റിസൾട്ട്സ്. സോ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഐ ഹോപ്പ് ദിസ് ഈസ് ഹെൽപ്ഫുൾ ഫോർ യു ഗൈസ്. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.